വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ അലൗഡ് ആക്കും. മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നീയൊക്കെ എന്താടാ പറഞ്ഞത്? സതീശൻ അങ്ങ് ഉണ്ടാക്കുമെന്നാണോ? എന്നാൽ നീയൊക്കെ ഇതൊന്ന് കണ്ടു നോക്ക്. മോഡിഫിക്കേഷന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന സമയത്ത് എന്തൊക്കെയാണ് അലൗഡും എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തതെന്നും ഒക്കെ ഒരു വാർത്ത വന്നപ്പോൾ കുറേ പേരങ്ങ് വിമർശിച്ചിരുന്നു. ആ മനുഷ്യന് ബുദ്ധിയില്ല, ഒരു വിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നിതാ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് നിലവിൽ വരുത്താവുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മുടെ സ്ക്രീനിലേക്ക് വരികയാണ്. നിലവിൽ വരുത്താൻ അനുമതിയുള്ള മോഡിഫിക്കേഷനുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഈ ടോ ഹുക്കുകൾ പിടിപ്പിക്കണമെന്നുള്ളതാണ് ഒരു ആവശ്യം. അത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. യാതൊരു തരത്തിലും അപകടകരമാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് അനുമതി കിട്ടിയത്. സ്റ്റൈലായിട്ട് ടോ ഹുക്കൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്കിനി അപ്പോൾ നിരത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തേതും വലിയ ഉപദ്രവമില്ലാത്ത കുറച്ചൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നൽകാൻ കഴിയുന്ന കുറച്ചുകൂടി സ്റ്റൈലിഷായി വണ്ടി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒന്നാണ് ബോഡി സ്റ്റിക്കറുകൾ. അതിനും അനുമതിയുണ്ട് നിലവിൽ. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണ് എന്നതുകൂടി നമുക്ക് നോക്കാം. അത് 50% സുതാര്യമായ സൺ ഫിലിം, അതിനുള്ള അനുമതിയാണ്. ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, വലിയ നിയന്ത്രണം വന്നതാണ്. പക്ഷേ ഇപ്പോൾ 50% സുതാര്യമായ സൺ ഫിലിമുകൾ ഒട്ടിക്കാം എന്നതാണ് നിലവിലത്തെ സാഹചര്യം. അതിന് അനുമതിയുണ്ട്. നാലാമത്തേതാണ് ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്. നമുക്ക് വാഹനത്തിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊരു നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് ഉള്ളിലും കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഇതാണ് ആംബിയൻ ലൈറ്റിംഗ്. അപ്പോൾ അതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അനുമതിയുമുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വേണം എന്ന നിർദ്ദേശമുണ്ട്. അഞ്ചാമത്തേതാണ് ഈ കാരിയറുകൾ, റൂഫ് കാരിയറുകൾ. മിക്ക വെഹിക്കിൾസിലും നമുക്കിപ്പോൾ കാണാൻ കഴിയും. പ്രത്യേകിച്ചും സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളുകളൊക്കെ നമുക്ക് ഈ റൂഫ് കാരിയറുകൾ കാണാൻ കഴിയും. ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റൂഫ് കാരിയറുകളെ കാണാൻ കഴിയുന്ന ആളുകൾക്കും അതിന് നിലവിൽ അനുമതിയുണ്ട്. ആറാമത്തേത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഉൾപ്പെടുത്താനുള്ള അനുമതിയുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് വിചാരിക്കുക? അത് ഈ അലോയ് വീലുകളുമായി ബന്ധപ്പെട്ടും ടയറിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതിയൊക്കെയാണ് ജെൻസികൾക്കും. വാഹനത്തിൽ ആദ്യം മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് അലൗഡ് ആക്കിയതെന്ന് കണ്ടപ്പോൾ കുറെ പേര് വിമർശിച്ചിരുന്നു. ആ വിമർശകർക്കെല്ലാം വീണ്ടും വിമർശിക്കാനുള്ളൊരു വകയുമായിട്ടാണ് നമ്മുടെ സതീശനാദികൾ വന്നിരിക്കുന്നത്. വാഹനത്തിന്റെ ഫ്രണ്ടിൽ കുറച്ച് ക്ലാമ്പൊക്കെ പിടിപ്പിക്കാതെ അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫിക്കേഷനിലായി. പിന്നെ പുതിയ ഹോണൊക്കെ വെക്കാം, പഴയ ഹോൺ മാറ്റി പുതിയ എയർ ഹോണൊക്കെ വെക്കാം. ഒരു പ്രശ്നവുമല്ല, അപകടകരമല്ലാത്ത രീതിയിലാവണം. അത് മാത്രം നിങ്ങൾ എടുത്തറിഞ്ഞാൽ മതി. വാഹന ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ എന്തൊക്കെ മെഴുകലായിരുന്നു, ഇലക്ഷന് മുൻപ് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അതാ കിടക്കുന്നത് പുലി പോലെ വന്നവൻ എലി പോലെ പോയി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമായി. വലിയ രീതിയിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ചവന്മാരല്ലേ.